പ്രിയരെ, ലോഗോസ് ക്യൂസിൻ്റെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രഭാഷകൻ 38, 39, 40 അധ്യായങ്ങളിൽ നിന്നുള്ള 53 ചോദ്യോത്തരങ്ങളടങ്ങിയ വീഡിയോയാണ്. ഈ 3 അധ്യായങ്ങളിൽ നിന്നും അധ്യായം വാക്യം അടങ്ങിയ ചോദ്യങ്ങൾ പ്രധാനപ്പെട്ട 4 എണ്ണം അവസാനം നൽകിയിട്ടുണ്ട്. സ്കോർ കമൻറ്റ് ബോക്സിൽ നൽകണേ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. ഒന്നാമത്തെ ചോദ്യം, വൈദ്യൻ്റെ ജ്ഞാനം എവിടെ നിന്ന് വരുന്നുവെന്നാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്? എ. അത്യുന്നതനിൽ നിന്ന്, ബി. പുസ്തകങ്ങളിൽ നിന്ന്, സി. വൈദ്യശാസ്ത്ര ബിരുദത്തിൽ നിന്ന്, ഡി. അനുഭവങ്ങളിൽ നിന്ന്. ശരിയുത്തരം എ. അത്യുന്നതനിൽ നിന്ന്. രണ്ടാമത്തെ ചോദ്യം, വൈദ്യനെ ഉന്നതനാക്കുന്നതെന്ത്? എ. വൈദ്യൻ്റെ കാഴ്ചപ്പാട്, ബി. വൈദ്യൻ്റെ വിവേകം, സി. വൈദ്യൻ്റെ അറിവ്, ഡി. വൈദ്യൻ്റെ വൈഭവം. ശരിയുത്തരം ഡി. വൈദ്യൻ്റെ വൈഭവം. മൂന്നാമത്തെ ചോദ്യം, കർത്താവ് ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ച എന്തിനെയാണ് ബുദ്ധിയുള്ളവൻ അവഗണിക്കുകയില്ല എന്ന് പറയുന്നത്? എ. ഭക്ഷണത്തെ, ബി. ഔഷധങ്ങളെ, സി. സമ്മാനങ്ങളെ, ഡി. വെള്ളത്തെ. ശരിയുത്തരം ബി. ഔഷധങ്ങളെ. നാലാമത്തെ ചോദ്യം, കർത്താവ് മനുഷ്യർക്ക് സിദ്ധികൾ നൽകിയതെന്തിന്? എ. മനുഷ്യൻ്റെ കഴിവിൽ മഹത്വപ്പെടേണ്ടതിന്, ബി. ദൈവത്തിൻ്റെ അത്ഭുതകൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന്, സി. മനുഷ്യൻ്റെ അത്ഭുതകൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന്, ഡി. ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ മഹത്വപ്പെടേണ്ടതിന്. ശരിയുത്തരം സി. മനുഷ്യൻ്റെ അത്ഭുതകൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന്. അഞ്ചാമത്തെ ചോദ്യം, രോഗം വരുമ്പോൾ എപ്രകാരം കർത്താവിനോട് പ്രാർത്ഥിക്കുക? അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തുമെന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? എ. കരഞ്ഞുകൊണ്ട്, ബി. ഉണർന്നിരുന്ന്, സി. ഉദാസീനനാകാതെ, ഡി. ക്ഷീണിതനാകാതെ. ശരിയുത്തരം സി. ഉദാസീനനാകാതെ. ആറാമത്തെ ചോദ്യം, നീ തെറ്റുകൾ തിരുത്തി നേരായ മാർഗത്തിലേക്ക് തിരിയുകയും എന്ത് കഴുകിക്കളയുകയും ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? എ. മനസ്സിൽ നിന്ന് കുറ്റബോധം, ബി. ഹൃദയത്തിൽ നിന്ന് പാപം, സി. മനസ്സിൽ നിന്ന് മുറിപ്പാടുകൾ, ഡി. ഹൃദയത്തിൽ നിന്ന് അവഗണന. ശരിയുത്തരം ബി. ഹൃദയത്തിൽ നിന്ന് പാപം. ഏഴാമത്തെ ചോദ്യം, വൈദ്യന് എപ്രകാരമുള്ള സ്ഥാനം നൽകുക? കർത്താവാണ് അവനെ നിയോഗിച്ചതെന്നാണ് പറഞ്ഞിരിക്കുന്നത്? എ. ഒന്നാം സ്ഥാനം, ബി. വിശിഷ്ടമായ സ്ഥാനം, സി. ഉന്നതമായ സ്ഥാനം, ഡി. അർഹമായ സ്ഥാനം. ശരിയുത്തരം ഡി. അർഹമായ സ്ഥാനം. എട്ടാമത്തെ ചോദ്യം, ഡാഷ് വൈദ്യൻ്റെ കൈകളിൽ സ്ഥിതി ചെയ്യുന്ന അവസരമുണ്ട് എന്ന് പ്രഭാഷകൻ 38-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു? എ. അറിവ്, ബി. വിജയം, സി. കഴിവ്, ഡി. ജീവൻ. ശരിയുത്തരം ബി. വിജയം. ഒൻപതാമത്തെ ചോദ്യം, മരിച്ചവരുടെ മൃതദേഹം എപ്രകാരം സംസ്കരിക്കാനാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്? എ. സമർഹമായി, ബി. കഠിനവേദന കൊണ്ട്, സി. വിലപിച്ചുകൊണ്ട്, ഡി. ഹൃദയവേദയോടെ. ശരിയുത്തരം എ. സമർഹമായി. പത്താമത്തെ ചോദ്യം, ദുഃഖം ഡാഷിൽ കലാശിക്കുന്നു? എ. കലഹത്തിൽ, ബി. ആശ്വാസത്തിൽ, സി. മരണത്തിൽ, ഡി. അനുഗ്രഹത്തിൽ. ശരിയുത്തരം സി. മരണത്തിൽ. 11ാമത്തെ ചോദ്യം, മനുഷ്യൻ്റെ ശക്തി കെടുത്തുന്നത് എന്താണ് എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? എ. ഹൃദയഭാരം, ബി. ഹൃദയവേദന, സി. രോഗം, ഡി. പരാജയം. ശരിയുത്തരം ബി. ഹൃദയവേദന. 12ാമത്തെ ചോദ്യം, വിനാശത്തിൽ ശമിക്കുകയില്ലാത്തതെന്ത്? എ. തെറ്റുകൾ, ബി. പാപം, സി. ദുഃഖം, ഡി. വ്യഗ്രതകൾ. ശരിയുത്തരം സി. ദുഃഖം. 13ാമത്തെ ചോദ്യം, ദരിദ്രൻ്റെ ജീവിതം എന്തു നിറഞ്ഞതാണെന്നാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്? എ. ഹൃദയഭാരം, ബി. കഠിനാധ്വാനം, സി. ആകാംക്ഷ, ഡി. പട്ടിണി. ശരിയുത്തരം എ. ഹൃദയഭാരം. 14ാമത്തെ ചോദ്യം, പണ്ഡിതൻ്റെ വിജ്ഞാനം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? എ. ജോലിയെ, ബി. അറിവിനെ, സി. വിശ്രമത്തെ, ഡി. ചിന്തയെ. ശരിയുത്തരം
സി. വിശ്രമത്തെ. 15-ാമത്തെ ചോദ്യം, എന്തൊഴിഞ്ഞാലേ ജ്ഞാനം ലഭിക്കൂ എന്നാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്? എ. ഉത്തരവാദിത്വം, ബി. രോഗങ്ങൾ, സി. ഹൃദയവേദന, ഡി. വ്യഗ്രതകൾ. ശരിയുത്തരം ഡി. വ്യഗ്രതകൾ. 16-ാമത്തെ ചോദ്യം, പൗരസമിതികളിലേക്ക് അവർ വിളിക്കപ്പെടുന്നില്ല. പൊതുസഭയിൽ അവർക്ക് പ്രാമുഖ്യമില്ല. ആർക്ക്? എ. പണ്ഡിതന്, ബി. ദരിദ്രന്, സി. ന്യായാധിപന്, ഡി. നഗരം പണിയുന്നവർക്ക്. ശരിയുത്തരം ഡി. നഗരം പണിയുന്നവർക്ക്. 17-ാമത്തെ ചോദ്യം, കരവിരുതിനെ ആശ്രയിച്ച് നഗരം പണിയുന്നവർക്ക് അനുശാസനമോ വിധി പ്രസ്താവമോ എന്തു ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? എ. വ്യാഖ്യാനിക്കാൻ, ബി. വായിക്കാൻ, സി. ഉൾക്കൊള്ളാൻ, ഡി. മനസ്സിലാക്കാൻ. ശരിയുത്തരം എ. വ്യാഖ്യാനിക്കാൻ. 18-ാമത്തെ ചോദ്യം, കരവിരുതിനെ ആശ്രയിച്ച് നഗരം പണിയുന്നവർ എന്തു നിലനിർത്തുന്നു എന്നാണ് പറയുന്നത്? എ. ജീവൻ, ബി. ലോകത്തിൻ്റെ ഗതി, സി. ലോകത്തിൻ്റെ ഘടന, ഡി. വാസസ്ഥലങ്ങൾ. ശരിയുത്തരം സി. ലോകത്തിൻ്റെ ഘടന. 19-ാമത്തെ ചോദ്യം, അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ എന്താണ് ആരാഞ്ഞറിയുകയും പ്രവചനങ്ങളിൽ ഔത്സുക്യം പ്രദർശിപ്പിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നത്? എ. നന്മതിന്മകൾ, ബി. എല്ലാ പൗരാണിക ജ്ഞാനവും, സി. ഉപമകളുടെ പൊരുൾ, ഡി. ഉപമകളുടെ നിഗൂഢതകൾ. ശരിയുത്തരം ബി. എല്ലാ പൗരാണിക ജ്ഞാനവും. 20-ാമത്തെ ചോദ്യം, അവൻ വിശ്രുതരുടെ വാക്കു വിലമതിക്കുകയും ഉപമകളുടെ പൊരുൾ സൂക്ഷ്മമായി അപഗ്രഥിക്കുകയും ചെയ്യും. ആര്? എ. മഹാന്മാർ, ബി. അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ, സി. ഭരണാധിപന്മാർ, ഡി. പണ്ഡിതൻ. ശരിയുത്തരം ബി. അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ. 21-ാമത്തെ ചോദ്യം, അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവർ ആപ്തവാക്യങ്ങളുടെ ആന്തരാർത്ഥം തേടുകയും എന്ത് സ്വായത്തമാക്കുകയും ചെയ്യുന്നു? എ. വിജ്ഞാനവചസ്സുകൾ, ബി. സുചിന്തിതമായ കാര്യങ്ങൾ, സി. ഉപമകളുടെ നിഗൂഢതകളെ, ഡി. പ്രാർത്ഥനകൾ. ശരിയുത്തരം സി. ഉപമകളുടെ നിഗൂഢതകളെ. 22-ാമത്തെ ചോദ്യം, അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ കർത്താവിനെ അന്വേഷിക്കാൻ അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനകൾ അർപ്പിക്കുകയും എന്തിനായി യാചിക്കുകയും ചെയ്യുന്നു? എ. പാപമോചനത്തിനായി, ബി. ജ്ഞാനത്തിനായി, സി. കരുണയ്ക്കായി, ഡി. ആവശ്യങ്ങൾക്കായി. ശരിയുത്തരം എ. പാപമോചനത്തിനായി. 23-ാമത്തെ ചോദ്യം, അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവനിൽ എപ്പോഴാണ് ജ്ഞാനത്തിൻ്റെ ചൈതന്യം നിറയുന്നത്? എ. അതിരാവിലെ പ്രാർത്ഥിക്കുമ്പോൾ, ബി. കർത്താവിന് നന്ദി പറയുമ്പോൾ, സി. പ്രബോധനങ്ങളിലൂടെ അറിവ് പ്രകടമാക്കുമ്പോൾ, ഡി. സർവശക്തനായ കർത്താവ് കനിഞ്ഞാൽ. ശരിയുത്തരം ഡി. സർവശക്തനായ കർത്താവ് കനിഞ്ഞാൽ. 24-ാമത്തെ ചോദ്യം, അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവനിൽ ജ്ഞാനത്തിൻ്റെ ചൈതന്യം നിറയുമ്പോൾ എപ്രകാരം പ്രാർത്ഥനാപൂർവം കർത്താവിന് നന്ദി പറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? എ. പ്രബോധനങ്ങളിലൂടെ, ബി. ജ്ഞാനത്തെ പുകഴ്ത്തിക്കൊണ്ട്, സി. വിജ്ഞാന വചസ്സുകൾ പൊഴിഞ്ഞ്, ഡി. സ്തുതി ഉദ്ഘോഷിച്ചുകൊണ്ട്. ശരിയുത്തരം സി. വിജ്ഞാന വചസ്സുകൾ പൊഴിഞ്ഞ്. 25-ാമത്തെ ചോദ്യം, അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവനിൽ ജ്ഞാനത്തിൻ്റെ ചൈതന്യം നിറയുമ്പോൾ എന്തിലാണ് അഭിമാനം കൊള്ളുമെന്ന് പറഞ്ഞിരിക്കുന്നത്? എ. വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്നതിൽ, ബി. കർത്താവിൻ്റെ ഉടമ്പടിയുടെ നിബന്ധനകളിൽ, സി. മനുഷ്യരുടെ നന്മതിന്മകൾ വേർതിരിച്ചറിയുന്നതിൽ, ഡി. ചിന്തയും അറിവും നേരായ മാർഗത്തിലേക്ക് തിരിയുന്നതിൽ. ശരിയുത്തരം ബി. കർത്താവിൻ്റെ ഉടമ്പടിയുടെ നിബന്ധനകളിൽ. 26-ാമത്തെ ചോദ്യം, അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവനിൽ ജ്ഞാനത്തിൻ്റെ ചൈതന്യം നിറഞ്ഞ് ചിന്തയും അറിവും നേരായ മാർഗത്തിലേക്ക് തിരിയുമ്പോൾ അവൻ ധ്യാനിക്കുന്നതെന്ത്? എ. അത്യുന്നതൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച്,
ബി പാപമോചനത്തിനായി, സി ഉപമകളുടെ നിഗൂഢതകൾ, ഡി ഉപമകളുടെ പൊരുൾ. ശരിയുത്തരം എ അത്യുന്നതൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച്. 27ാമത്തെ ചോദ്യം, പൂർണ്ണചന്ദ്രനെ പോലെ ഞാൻ പൂരിതനാണ് എന്ന് പറഞ്ഞിരിക്കുന്നതാര്? എ വിശ്വസ്തരായ പുത്രന്മാർ, ബി വൈദ്യൻ, സി പ്രഭാഷകൻ, ഡി പണ്ഡിതൻ. ശരിയുത്തരം സി പ്രഭാഷകൻ. 28ാമത്തെ ചോദ്യം, കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയും അവിടുത്തോട് നന്ദി പറയുകയും ചെയ്യേണ്ടത് എങ്ങനെയെന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? എ സ്തുതികളോടും വിജ്ഞാന വചസ്സുകളോടും ഗാനാലാപത്തോടും, ബി സ്തുതികളോടും ഗാനാലാപത്തോടും വീണാനാദത്തോടും, സി ഗാനാലാപത്തോടും വീണാനാദത്തോടും വിജ്ഞാനം പ്രഘോഷിച്ചും, ഡി സ്തുതികളോടും വീണാനാദത്തോടും തന്ത്രികൾ മീട്ടിയും. ശരിയുത്തരം ബി സ്തുതികളോടും ഗാനാലാപത്തോടും വീണാനാദത്തോടും കൂടെ. 29ാമത്തെ ചോദ്യം, കർത്താവിൻ്റെ പ്രവൃത്തികൾ എപ്രകാരമാണെന്ന് പറയണമെന്നാണ് പ്രഭാഷകൻ വിശ്വസ്തരായ പുത്രന്മാരോട് പറഞ്ഞിരിക്കുന്നത്? എ ജ്ഞാനത്തിൻ്റെ ചൈതന്യം നിറഞ്ഞത്, ബി അത്യുത്തമം, സി പ്രതിബന്ധങ്ങൾ നിറഞ്ഞത്, ഡി സുഗമമായത്. ശരിയുത്തരം ബി അത്യുത്തമം. 30ാമത്തെ ചോദ്യം, കർത്താവിൻ്റെ എന്തിനെ പരിമിതമാക്കുക ആർക്കും സാധ്യമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്? എ പ്രവൃത്തികളെ, ബി ജ്ഞാനത്തെ, സി അത്ഭുതങ്ങളെ, ഡി രക്ഷാകര ശക്തിയെ. ശരിയുത്തരം ഡി രക്ഷാകര ശക്തിയെ. 31ാമത്തെ ചോദ്യം, അവിടുത്തെ എന്താണ് നദി എന്ന പോലെ വരണ്ട ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്? എ അനുകമ്പ, ബി കാരുണ്യം, സി അനുഗ്രഹം, ഡി സഹാനുഭൂതി. ശരിയുത്തരം സി അനുഗ്രഹം. 32ാമത്തെ ചോദ്യം, ആർക്കാണ് കർത്താവിൻ്റെ മാർഗം ഋജുവാണെന്ന് പറഞ്ഞിരിക്കുന്നത്? എ വിശുദ്ധർക്ക്, ബി പുരോഹിതർക്ക്, സി വിവേകികൾക്ക്, ഡി ദുഷ്ടർക്ക്. ശരിയുത്തരം എ വിശുദ്ധർക്ക്. 33ാമത്തെ ചോദ്യം, ദുഷ്ടർക്ക് കർത്താവിൻ്റെ മാർഗം എപ്രകാരമുള്ളതാണ്? എ പ്രതിബന്ധങ്ങൾ നിറഞ്ഞത്, ബി പ്രതികൂലമായത്, സി പ്രായോഗികമല്ലാത്തത്, ഡി പ്രയാസമേറിയത്. ശരിയുത്തരം എ പ്രതിബന്ധങ്ങൾ നിറഞ്ഞത്. 34ാമത്തെ ചോദ്യം, ജലം, അഗ്നി, ഇരുമ്പ്, ഉപ്പ്, ഗോതമ്പ്, പാല്, തേന്, വീഞ്ഞ്, എണ്ണ, വസ്ത്രം ഇവ മനുഷ്യൻ്റെ ജീവിതത്തിലെ എന്താണെന്നാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്? എ അവശ്യവസ്തുക്കൾ, ബി ഒഴിവാക്കാനാവാത്തവ, സി സമ്പാദ്യങ്ങൾ, ഡി പ്രാഥമിക ആവശ്യങ്ങൾ. ശരിയുത്തരം ഡി പ്രാഥമിക ആവശ്യങ്ങൾ. 35ാമത്തെ ചോദ്യം, ആർക്കാണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങൾ നന്മയായി പരിണമിക്കുന്നത്? എ പണ്ഡിതർക്ക്, ബി കരുണയുള്ളവർക്ക്, സി ദൈവഭക്തർക്ക്, ഡി ജ്ഞാനികൾക്ക്. ശരിയുത്തരം സി ദൈവഭക്തർക്ക്. 36ാമത്തെ ചോദ്യം, പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ട കാറ്റുകൾ സംഹാര മുഹൂർത്തത്തിൽ ശക്തി മുഴുവൻ ചൊരിഞ്ഞ് ആരുടെ കോപം ശമിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? എ അത്യുന്നതൻ്റെ, ബി സൃഷ്ടാവിൻ്റെ, സി പ്രപഞ്ചത്തിൻ്റെ, ഡി സംഹാരമൂർത്തിയുടെ. ശരിയുത്തരം ബി സ്രഷ്ടാവിൻ്റെ. 37ാമത്തെ ചോദ്യം, എന്തെല്ലാമാണ് പ്രതികാരത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയാണെന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? എ മരണം, രക്തച്ചൊരിച്ചിൽ, ആപത്ത്, ക്ഷാമം, ബി പീഡനം, മഹാമാരി, പ്രളയം, അഗ്നി, സി നിശാനിദ്ര, കന്മഴ, പ്രളയം, ക്ഷാമം, ഡി അഗ്നി, കന്മഴ, ക്ഷാമം, മഹാമാരി. ശരിയുത്തരം ഡി അഗ്നി, കന്മഴ, ക്ഷാമം, മഹാമാരി. 38ാമത്തെ ചോദ്യം, ഹിംസ്ര ജന്തുക്കളുടെ ദംഷ്ട്രകളും തേളുകളും അണലികളും ദൈവഭയമില്ലാത്തവനെ ശിക്ഷിച്ച് നശിപ്പിക്കാനുള്ള വാളും എന്തിനു വേണ്ടിയുള്ളതാണ്? എ നശിപ്പിക്കാൻ വേണ്ടി, ബി ഇല്ലാതാക്കാൻ വേണ്ടി, സി പ്രതികാരത്തിനു വേണ്ടി, ഡി വൈദ്യസഹായത്തിനു വേണ്ടി. ശരിയുത്തരം സി പ്രതികാരത്തിനു വേണ്ടി. 39ാമത്തെ ചോദ്യം, മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം മുതൽ സർവരുടെയും മാതാവിൻ്റെ അടുത്തേക്ക് മടങ്ങുന്നത് വരെ ആദത്തിൻ്റെ സന്തതികളുടെ മേൽ
എന്തു വയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്? എ. ഭാരമുള്ള നുകം, ബി. ഭാരമുള്ള കല്ല്, സി. ഭാരമുള്ള കിരീടം, ഡി. ഭാരമേറിയ ഉത്തരവാദിത്വം. ശരിയുത്തരം എ. ഭാരമുള്ള നുകം. 40-ാമത്തെ ചോദ്യം. ആദത്തിൻ്റെ സന്തതികളുടെ ഹൃദയചാഞ്ചല്യവും ഭയവും ഉത്കണ്ഠയും എന്തിനെക്കുറിച്ചാണ്? എ. ഭാവിയെക്കുറിച്ച്, ബി. മരണദിനത്തെക്കുറിച്ച്, സി. ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച്, ഡി. ജീവിതചര്യകളെക്കുറിച്ച്. ശരിയുത്തരം ബി. മരണദിനത്തെക്കുറിച്ച്. 41-ാമത്തെ ചോദ്യം. കോപം, അസൂയ, ആകുലത, അസ്വസ്ഥത, മരണഭീതി, ക്രോധം, മത്സരം എന്നിവയ്ക്ക് അധീനരായി തീരുന്നതാര്? എ. രാജകീയ അങ്കിയും കിരീടവും അണിയുന്നവൻ മുതൽ ചാക്കുടുക്കുന്നവൻ വരെ, ബി. രാജാവും ദരിദ്രനും, സി. മനുഷ്യരും മൃഗങ്ങളും, ഡി. പണ്ഡിതനും പാമരനും. ശരിയുത്തരം എ. രാജകീയ അങ്കിയും കിരീടവും അണിയുന്നവൻ മുതൽ ചാക്കുടുക്കുന്നവൻ വരെ. 42-ാമത്തെ ചോദ്യം. ആർക്കാണ് 7 ഇരട്ടി മരണവും രക്തച്ചൊരിച്ചിലും കലഹവും വാളും ആപത്തും ക്ഷാമവും പീഡനവും മഹാമാരിയും വന്നു ചേരുന്നുവെന്ന് പറഞ്ഞിരിക്കുന്നത്? എ. അവിശ്വാസികൾക്ക്, ബി. പാപിക്ക്, സി. കരുണയില്ലാത്തവർക്ക്, ഡി. ബലിയർപ്പിക്കാത്തവർക്ക്. ശരിയുത്തരം ബി. പാപിക്ക്. 43-ാമത്തെ ചോദ്യം. കൈക്കൂലിയും അനീതിയും നിർമ്മാർജ്ജനം ചെയ്യപ്പെടും. എന്താണ് എന്നേക്കും നിലനിൽക്കുമെന്ന് പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്? എ. സന്തോഷം, ബി. സമ്പാദ്യം, സി. സ്വസ്ഥത, ഡി. വിശ്വസ്തത. ശരിയുത്തരം ഡി. വിശ്വസ്തത. 44-ാമത്തെ ചോദ്യം. കുത്തിയൊഴുക്ക് പോലെ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നതും ഭയാനകമായ ഇടിമുഴക്കം പോലെ തകർന്നു പോകുന്നതും ആരുടെ സമ്പത്താണ്? എ. അനീതി പ്രവർത്തിക്കുന്നവൻ്റെ, ബി. ശേഖരിച്ചു വയ്ക്കാത്തവരുടെ, സി. ആത്മവിശ്വാസമില്ലാത്തവൻ്റെ, ഡി. ഔദാര്യശീലൻ്റെ. ശരിയുത്തരം എ. അനീതി പ്രവർത്തിക്കുന്നവൻ്റെ. 45-ാമത്തെ ചോദ്യം. ദൈവഭയമില്ലാത്തവൻ്റെ സന്തതിയെക്കുറിച്ച് പറയുന്നതിൽ ശരിയായ കാര്യങ്ങൾ ഏതെല്ലാം? 1. സത്കീർത്തിയിൽ ശ്രദ്ധാലുവായിരിക്കും, 2. അധികം ശാഖ ചൂടുകയില്ല, 3. ജീവിതത്തിൻ്റെ ദിനങ്ങൾ പരിമിതമാണ്, 4. വെറും പാറമേൽ പടർന്ന ദുർബലമായ വേരുകളാണ്. എ. 1ഉം 2ഉം, ബി. 3ഉം 4ഉം, സി. 2ഉം 4ഉം, ഡി. 1ഉം 4ഉം. ശരിയുത്തരം സി. 2ഉം 4ഉം. അതായത് അധികം ശാഖ ചൂടുകയില്ല, വെറും പാറമേൽ പടർന്ന ദുർബലമായ വേരുകളാണ്. 46-ാമത്തെ ചോദ്യം. പ്രഭാഷകൻ 40-ാം അധ്യായത്തിൽ അനുഗ്രഹത്തിൻ്റെ ആരാമം പോലെ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തെല്ലാമാണ്? എ. കാരുണ്യം സഹാനുഭൂതി, ബി. കാരുണ്യം ദൈവഭക്തി, സി. കാരുണ്യം ദൈവഭയം, ഡി. കാരുണ്യം ജ്ഞാനതൃഷ്ണ. ശരിയുത്തരം എ. കാരുണ്യം ദൈവഭക്തി. 47-ാമത്തെ ചോദ്യം. ആർക്കെല്ലാമാണ് ജീവിതം മധുരമായിരിക്കുന്നത്? എ. സ്വാശ്രയശീലനും സമ്പാദ്യശീലനും, ബി. സ്വാശ്രയശീലനും അധ്വാനപ്രിയനും, സി. സമ്പാദ്യശീലനും ഔദാര്യശീലനും, ഡി. ഔദാര്യശീലനും അധ്വാനപ്രിയനും. ശരിയുത്തരം ബി. സ്വാശ്രയശീലനും അധ്വാനപ്രിയനും. 48-ാമത്തെ ചോദ്യം. ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്ന വീഞ്ഞിനേക്കാളും സംഗീതത്തെക്കാളും ശ്രേഷ്ഠമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെയാണ്? എ. ജ്ഞാനതൃഷ്ണ, ബി. നിധി ലഭിച്ചവൻ, സി. കുഴലും കിന്നരവും, ഡി. ഇമ്പമുള്ള മനുഷ്യസ്വരം. ശരിയുത്തരം എ. ജ്ഞാനതൃഷ്ണ. 49-ാമത്തെ ചോദ്യം. വിഷമസന്ധികളിൽ ഉപകരിക്കുന്ന സഹോദരരെക്കാളും സഹായകരെക്കാളും സുരക്ഷിതമായ അഭയമാണെന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത്? എ. ദൈവഭക്തി, ബി. ദാനധർമ്മം, സി. സന്താനങ്ങൾ, ഡി. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്ദർശനം. ശരിയുത്തരം ബി. ദാനധർമ്മം. 50-ാമത്തെ ചോദ്യം. ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്ന എന്തിനേക്കാളും അഭികാമ്യമാണ് ദൈവഭക്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്? എ. സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും, ബി. വീഞ്ഞിനേക്കാളും സംഗീതത്തെക്കാളും, സി. സുഹൃത്തിനേക്കാളും സഹചാരിയേക്കാളും, ഡി. ധനത്തെക്കാളും ബലത്തെക്കാളും. ശരിയുത്തരം ഡി. ധനത്തെക്കാളും ബലത്തെക്കാളും. 51-ാമത്തെ ചോദ്യം. അവൻ്റെ അസ്തിത്വം ജീവിതമെന്ന പേരിന് യോഗ്യമല്ല. ആരുടെ? എ. അല്ലലില്ലാതെ ഐശ്വര്യങ്ങളുള്ളവന്, ബി. രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കുന്നവന്, സി. സമ്പത്തിൻ്റെ മധ്യേ ജീവിക്കുന്നവന്,
ഡി മറ്റൊരുവൻ്റെ ഭക്ഷണമേശയിൽ ആശയർപ്പിക്കുന്നവന്. ശരിയുത്തരം ഡി മറ്റൊരുവൻ്റെ ഭക്ഷണമേശയിൽ ആശയർപ്പിക്കുന്നവന്. 52-ാമത്തെ ചോദ്യം. അന്യൻ്റെ ഭക്ഷണം കൊണ്ട് തന്നെ തന്നെ മലിനമാക്കാത്തതാരെല്ലാം? എ സമ്പന്നനും ബുദ്ധിമാനും, ബി സമ്പന്നനും സതുപദേശം ലഭിച്ചവനും, സി ബുദ്ധിമാനും സതുപദേശം ലഭിച്ചവനും, ഡി സതുപദേശം ലഭിച്ചവനും സഹിഷ്ണുവിനും. ശരിയുത്തരം സി ബുദ്ധിമാനും സതുപദേശം ലഭിച്ചവനും. 53-ാമത്തെ ചോദ്യം. ആരുടെ നാവിനാണ് ഭിക്ഷാടനം മധുരമാണെന്ന് പറഞ്ഞിരിക്കുന്നത്? എ സമ്പാദ്യമില്ലാത്തവൻ്റെ, ബി നിർലജ്ജൻ്റെ, സി തൊഴിലില്ലാത്തവൻ്റെ, ഡി ആരോഗ്യമില്ലാത്തവൻ്റെ. ശരിയുത്തരം ബി നിർലജ്ജൻ്റെ. 1-ാമത്തേത്. എൻ്റെ അവസാനം അനുസ്മരിക്കുക, നിൻ്റേതും അപ്രകാരം തന്നെ, ഇന്നലെ ഞാൻ ഇന്നു നീ. അധ്യായം വാക്യം ഏത്? ഞാൻ ഉപയോഗിക്കുന്ന ബൈബിളിൽ പ്രഭാഷകൻ 38-ാം അധ്യായം 22-ാം വാക്യത്തിലാണ്. ഓൺലൈൻ POC ബൈബിളിൽ 38-ാം അധ്യായത്തിൽ 21ഉം 22ഉം വാക്യങ്ങളാണ്. ഇംഗ്ലീഷ് ബൈബിളിൽ 38-ാം അധ്യായം 22-ാം വാക്യം തന്നെയാണ്. മർത്യൻ്റെ പ്രവൃത്തികൾ അവിടുന്ന് കാണുന്നു, അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. അധ്യായം വാക്യം എഴുതുക. ഞാൻ ഉപയോഗിക്കുന്ന ബൈബിളിൽ പ്രഭാഷകൻ 39:19. ഓൺലൈൻ POC ബൈബിളിൽ ഈ വാചകം കാണുന്നില്ല. ഇംഗ്ലീഷ് ബൈബിളിൽ 39-ാം അധ്യായം 19-ാം വാക്യം തന്നെ. 3-ാമത്തേത്. ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല, ഓരോന്നും യഥാകാലം നന്മയായി തെളിയും. അധ്യായം വാക്യം ഏത്? ഞാൻ ഉപയോഗിക്കുന്ന ബൈബിളിൽ പ്രഭാഷകൻ 39-ാം അധ്യായം 34-ാം വാക്യം, ഓൺലൈൻ POC ബൈബിളിൽ 39:34, ഇംഗ്ലീഷ് ബൈബിളിലും 39:34 തന്നെ. അടുത്തത്. മണ്ണിൽ നിന്ന് വന്നത് മണ്ണിലേക്കും ജലത്തിൽ നിന്ന് വന്നത് ജലത്തിലേക്കും മടങ്ങുന്നു. അധ്യായം വാക്യം അത് 3-ലും ഞാൻ ഉപയോഗിക്കുന്ന ബൈബിളിലും ഓൺലൈൻ POC ബൈബിളിലും ഇംഗ്ലീഷ് ബൈബിളിലും 40-ാം അധ്യായം 11-ാം വാക്യമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. താങ്ക് യു.